രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ഹനുമാൻ സീതയെ കണ്ട് സീതയാണെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആ സമയത്ത് രാവണൻ്റെ ആ ഒരു വരവ് ഗംഭീരമായിട്ടുള്ള അകമ്പടിയോടുകൂടിയും അവരുടെ കിലുക്കങ്ങളും ശബ്ദങ്ങളും ഘോഷങ്ങളും ഒക്കെ കൂടി ആ ഹനുമാൻ നോക്കി കണ്ടു. പെട്ടെന്ന് രാവണൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് മാറി ഇലകളുടെയും വൃക്ഷങ്ങളുടെ ഇലകളുടെ ഇടയിൽ മറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ രാവണൻ വന്നിട്ട് എന്തുണ്ടായി അത് പറയുകയാണ്. അത് കാണുകയാണ് ഹനുമാൻ. സദാം പതിപ്രദാം ദീനാം നിരാനന്ദാം തപസ്വിനീം സാകാര്യർ മധുരേർ വാക്യർ നദർശയത രാവണ. ആ രാവണ ഇവിടെ പറയണം, പരുഷേർ വാക്യർ, പരുഷങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട്, മധുരങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട്, മധുരങ്ങളായിട്ടുള്ള വാക്കുകൾ, മധുരേർ വാക്യർ നിരാനന്ദാം തപസ്വിനിയും ന്യദർശയത എന്ന് പറയണം. മധുരേർ വാക്യർ ന്യദർശയത, മധുരങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് തൻ്റെ മനോഗതം അറിയിച്ചു. മനസ്സ് തുറക്കുക എന്ന് പറയുമല്ലോ. ആരോട്? അവിടെ ഉദ്ദേശമാണ് ആ വാക്ക്. പതിവ്രതാം ദീനാം നിരാനന്ദാം തപസ്വിനീം. നമ്മളൊരു കാര്യം ഒരാളോട് കൈമാറി അറിയിക്കുക, മനസ്സ് പങ്കിടുക ചെയ്യുമ്പോൾ അതിന് പറ്റിയ ആളാണോ അത് എന്നാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. ഒട്ടും അതിനൊന്നും പറ്റാത്ത ഒരാളോട് നമ്മൾ പങ്കിടുക എന്ന് പറഞ്ഞാൽ അതിന് വല്ല അർത്ഥമുണ്ട് ഇവിടെ? അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വിശേഷണങ്ങൾ സീതയ്ക്ക് പറഞ്ഞത്. സീതയോട് പങ്കിട്ടു എന്നല്ല പറഞ്ഞത്. എങ്ങനത്തെ സീത എന്ന് 2-3 വിശേഷണം ഒരുമിച്ച്. പതിവ്രതാം ദീനാ നിരാനന്ദാം തപസ്വിനിയും 4 വിശേഷണമാണ്. പതിവ്രതയാണ്, ഭർത്താവുള്ളവളാണ്. ഒരിക്കലും മറ്റൊരു പുരുഷനുമായിട്ട് സീത ചേരുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യില്ല. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറയണതിൽ അർത്ഥമുണ്ടോ? ദീനാം, ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ കുറച്ച് സന്തോഷം മനസ്സിന് വേണം. അതൊട്ടുമില്ല, ദീനയാണ്. നിരാനന്ദം, ആനന്ദമില്ലാത്തവളാണ്. തപസ്വിനിയും, തപസ്വരൂപത്തിൽ രാമനെ തന്നെ വിചാരിക്കുന്നവളാണ്. അത്തരത്തിലുള്ള ഒരാളോട് തൻ്റെ പ്രണയം അറിയിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? മധുരവാക്യങ്ങളാൽ അറിയിച്ചു. എന്താണ് രാവണൻ പറഞ്ഞത്? മാം ദൃഷ്ട നാഗനാസോരൂഹേ സുന്ദരി, നീ എന്തിനാണ് വയറും മാറിടവും എല്ലാം മറയ്ക്കുന്നത്, എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? അദർശനമിവാത്മാനം ഭയാന്യേതും ത്വമിച്ഛസി, എന്നെ കാണുമ്പോൾ പേടിച്ചിട്ട് എന്തിനാണ് ശരീരഭാഗങ്ങൾ മറയ്ക്കുന്നത്, പേടിച്ച് വിറയ്ക്കുന്നത്? കൊണ്ട് സുന്ദരി, ഞാൻ സത്യത്തിൽ നിന്നെ സ്നേഹിക്കുന്നു. കാമയേത്വാം വിശാലാക്ഷി, യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്നവനെ അല്ലേ നീ സ്നേഹിക്കേണ്ടത്? പ്രിയേ, നീ എന്നെ ബഹുമാനിക്കൂ. സർവാംഗ ഗുണസമ്പന്നേ സർവലോക മനോഹരേ. അത് രണ്ടും ശരിയാണ്. സർവാംഗ ഗുണസമ്പന്നയാണ്, സർവലോക മനോഹരയാണ്. എന്നെ നീ എന്ത് ചെയ്യണം? ബഹുമാന്യ സ്വമാം പ്രിയേ, എന്നെ ബഹുമാനിച്ചാലും. ബഹുമാന്യ സ്വ, എന്നെ നീ ദയവ് ചെയ്ത് ബഹുമാനിക്കൂ, സ്നേഹിക്കൂ.
ഭയം എന്തിനാണ്? ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നേഹ കേചിൻ മനുഷ്യാവ രാക്ഷസ കാമരൂപിണ. എന്നിൽ നിന്നുള്ള നിൻ്റെ ഭയം നീ നീക്കൂ. ആരും ഇവിടെ വരില്ല. മനുഷ്യരാശികളോ കാമരൂപികളായ രാക്ഷസന്മാരോ ഇപ്പം ആരും ഇവിടെ ഇല്ല. ഇവിടെ ആരും ഇല്ല. പിന്നെ എന്തിനാണ് നീ എന്നെ ഭയക്കുന്നത്? രാക്ഷസന്മാരെ സംബന്ധിച്ച് ഇത് ഒരു കർമ്മ വിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവർക്കിട്ടുള്ള സ്ത്രീകളെ അവർ പ്രാപിക്കുകയും കൊണ്ടുവരികയും ചെയ്യും. അതിന് തെറ്റായിട്ടൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. സ്വധർമ്മോ രാക്ഷസാം വീത. രാക്ഷസന്മാരുടെ അവർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്, സ്വധർമ്മവുമാണ്. അതുകൊണ്ട് ഞാൻ ധർമ്മവിരോധമായിട്ടൊന്നും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മൈഥിലി, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു കാര്യം നീ വിചാരിക്കേണ്ട. നിൻ്റെ സമ്മതം കൂടാതെ നിന്നെ ഞാൻ സ്പർശിക്കുക പോലും ഇല്ല. കാമം കാമ ശരീരേമേ യഥാ കാമം പ്രവർത്തതാം ഏവം ചെയ്തത് അകാമാം തു നത്വാം സ്പൃക്ഷ്യാമി മൈഥിലി. നിനക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ നിന്നെ ഞാൻ സ്പർശിക്കുക പോലും ഇല്ല. അത് ശരിക്കും രാവണൻ്റെ ഒരു ഔദാര്യമോ നന്മയോ ഒന്നുമല്ല. കാരണം സമ്മതം കൂടാതെ ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ തല ചിന്നിച്ചെതറി മരിക്കും എന്ന് ബ്രഹ്മാവ് പണ്ട് ശപിച്ചിട്ടുണ്ട്. കേട്ടാൽ നമുക്ക് തോന്നും രാവണൻ കുറച്ച് മാന്യനാണല്ലോ, സീതയുടെ സമ്മതം കൂടാതെ തൊടില്ല എന്നൊക്കെ പറഞ്ഞ് വേറൊന്നുമല്ല. തല പൊട്ടിത്തെറിച്ച് പോകുന്ന പണ്ട് ബ്രഹ്മദേവൻ്റെ ശാപമുണ്ട്. അതുകൊണ്ട് എൻ്റെ സമ്മതം കൂടാതെ നിന്നെ ഞാൻ തൊടുക പോലും ഇല്ല. അങ്ങനൊരു ഭയം എന്നിൽ നിന്ന് നിനക്ക് വേണ്ട. ദേവി നേഹ്യ ഭയങ്കാര്യം മൈ വിശ്വസികി പ്രിയേ പ്രണയസ്വജതത്വേന മൈവം ഭൂശോക ലാലസ. നീ വെറുതെ ദുഃഖിച്ച് ഇരിക്കരുത്, എന്നെ പ്രണയിക്കൂ. ഞാൻ നിനക്ക് വശംവദനാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഭാവങ്ങൾ സുന്ദരിയായ നിനക്ക് ചേരാത്ത പ്രവൃത്തികൾ നീ ചെയ്യുന്നത്? ഏതൊക്കെയാണത്? ഏകവേണീധരാശയ്യാധ്യ ധ്യാനം മലിനമമ്പരം. തല വേറെടുത്താതെ ഇരിക്കുക. വൃത്തിയില്ലാത്ത ഏർപ്പാടാണല്ലോ. ഏകവേണി എന്ന് അതിനാണ് പറയുക. ധരാശയ്യ, ഭൂമിയിൽ കിടക്കുക. സുഖമായിട്ടുള്ള കിടക്കയിലോ കട്ടിലോ കിടന്ന് ഉറങ്ങേണ്ടതാണ് നീ, ഉറങ്ങേണ്ടവളാണ് നീ. ധരാശയ്യ, ഈ ഭൂമിയിൽ ഇങ്ങനെ കിടക്കുക. വൃത്തിയില്ലാത്ത വസ്ത്രം, മലിനമമ്പരം, മലിനമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. ധ്യാനം, എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിരിക്കുക. പോരാത്തത് ഉപവാസം. ഇതൊന്നും നിനക്ക് ചേർന്നതല്ല എന്ന് ഞാൻ കരുതുന്നു. കൊണ്ട് മൈഥിലി, നീ എന്നോട് ചേർന്ന് നാനാവിധ മാലകൾ, ചന്ദനങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ ഇതെല്ലാം അനുഭവിക്കൂ. പാനീയങ്ങൾ, ആട്ടം പാട്ട് ഇതെല്ലാം നീ നേടുക. ഒക്കെ നിനക്കുള്ളതാണ്. ആടാനും പാടാനും ഇവിടെ സൗകര്യമുണ്ട്. പാനീയങ്ങൾ എന്താ വേണ്ട വെച്ചാൽ അതും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിന്നെ ആഭരണങ്ങളോട് കൂടിയിട്ടൊന്ന് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ ശരീരത്തിലും ആഭരണങ്ങൾ അണിഞ്ഞാൽ നീ എങ്ങനെ ഇരിക്കും? ഇപ്പം തന്നെ നീ സുന്ദരിയാണ്. അപ്പോൾ ആഭരണങ്ങൾ കൂടി അണിഞ്ഞാൽ നീ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ എനിക്ക് വളരെയേറെ ധൃതിയായി. നീ എങ്ങനെയാണ് രാവണൻ്റെ ഗൃഹത്തിൽ വാണിട്ട് ഒരാഭരണം ധരിക്കാണ്ട് നിലത്ത് കിടന്നിട്ട് ഈ മാതിരിയുള്ള രീതിയിൽ നീ ഇവിടെ കഴിയുക? അതൊരിക്കലും യുക്തമല്ല, ചേർന്ന കാര്യവും അല്ല. അവിടെ സ്ത്രീരത്നമായിട്ടുള്ള നീ ഇങ്ങനെയല്ല ഇവിടെ കഴിയേണ്ടത്. ഈ യൗവനം പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇത് കിട്ടില്ല. അതിനു മുമ്പേ അത് ആസ്വദിക്കാനല്ലേ നീ നോക്കേണ്ടത്? ഈ 3 ലോകത്തിലും നിന്നെപ്പോലൊരാളെ ഞാൻ കാണുന്നില്ല. ലോകത്തെ മുഴുവൻ തെറ്റിച്ചതായിട്ടുള്ള ബ്രഹ്മാവ് നിനക്ക് ശേഷം ആരെയും നന്നായിട്ട് തെറ്റിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതിനേക്കാൾ നല്ലൊരാളെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇതോടുകൂടി ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടി നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രഹ്മാവടക്കം താൻ തെറ്റിച്ച നിന്നെ കണ്ടിട്ട് നിന്നിൽ ആകൃഷ്ടനാവും എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെ നിന്നെ വിട്ട ആ ബ്രഹ്മാവ് പോവും?
അല്ലെങ്കിൽ നിന്നിലൊന്നും ആകർഷണം ഇല്ലാണ്ടിരിക്കാൻ ബ്രഹ്മാവിന് എങ്ങനെ കഴിയും? ഇതിൽ പശ്യാമി തേ ഗാത്രം ഗീതാംശു സദൃശാനനെ ശീതാംശു സദൃശാനനെ. തിങ്കൾ നേർമുഖിയായിട്ടുള്ള നിന്നെ കാണുമ്പോൾ ഏതേത് അവയവങ്ങളിൽ എൻ്റെ കണ്ണ് എത്തുന്നുവോ അവിടെ ആ കണ്ണ് വല്ലാതെ പിടിച്ചു നിൽക്കുന്നു. അതൊക്കെ വിടാതെ ആസ്വദിക്കാൻ, എല്ലാ ശരീരാവയവങ്ങളും വിടാതെ ആസ്വദിക്കാൻ എനിക്ക് മനസ്സിൽ പ്രേരണ കിട്ടുന്നു. അത്രയും സുന്ദരിയാണ് നീ എന്നർത്ഥം. അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയാവുക. ഭവമൈതിരി ഭാര്യാമേ മോഹമേനം വിസർജയ. മനസ്സിലത്തെ മോഹങ്ങളും മറ്റ് ചിന്തകളും വെടിഞ്ഞ് നീ എന്നെ ഭാര്യയാക്കൂ. എൻ്റെ പട്ടമഹിഷിയായിട്ട് നീ തീരൂ. എൻ്റെ ഭാര്യയാകൂ, എൻ്റെ പട്ടമഹിഷിയായിട്ട് നീ തീരൂ. ഇവിടെയുള്ള എല്ലാ സംഗതികളും നിനക്ക് ഞാൻ തരാം. നഗരങ്ങൾ, ഭൂമി എല്ലാം. ഞാൻ ആരോടും തുല്യത ഇല്ലാത്തവനാണ്. അനേകം മനുഷ്യന്മാർ, ഗന്ധർവന്മാർ, ഇവരിലൊന്നും എനിക്ക് തുല്യനായിട്ട് ഞാൻ വേറെ ആരെയും കാണുന്നില്ല. ഏതൊക്കെ അസുരന്മാർ എന്നോട് തോറ്റു, ആരും എന്നോട് നേരെ നിൽക്കാൻ പ്രാപ്തരല്ല. അങ്ങനെയുള്ള എന്നെ എന്താണ് നീ വെറുക്കാൻ കാരണമുള്ളത്? സർവാഭരണ ഭൂഷിതയായിട്ട് നിന്നെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയും ധൃതിയുമുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ പട്ടമഹിഷിയാവുക. അണിയൂ, ഈ ആഭരണങ്ങളെല്ലാം അണിയൂ, കാണട്ടെ. പെട്ടിയിലെ ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മറ്റേ രാമായണത്തിൽ വായിക്കാറുണ്ടല്ലേ. ആ ആഭരണ പെട്ടി തുറന്നു എന്നും ഈ ആഭരണങ്ങൾ അണിഞ്ഞ് അങ്ങനെയുള്ള നിന്നെ ഞാനൊന്ന് കാണട്ടെ. മാത്രമല്ല ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, എല്ലാ സുഖസൗകര്യങ്ങളും നിന്നെ കാത്തിരിക്കുന്നു. ഭക്ഷണം കഴിക്കുക, കുടിക്കുക. ഭുങ്ഷ ഭോഗാൻ യഥാകാമം പിബ ഭീരു രമസ്വച. കുടിക്കുക, കഴിക്കുക. എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്? ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് നീ എന്താണ് പട്ടിണി കിടക്കുന്നതിൽ കാര്യം? ഈ ഭൂമി, സമ്പത്ത് എല്ലാം നീ ആജ്ഞാപിക്കുന്നതാണ് ഞാൻ നൽകാം. നീ അപേക്ഷിക്കേണ്ട, നിനക്ക് എന്നോട് ആജ്ഞാപിക്കാം. നിനക്ക് മാത്രമല്ല, നിൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ നൽകാം. ജനകനോ ബാക്കിയുള്ളവർക്കോ അവരും ആനന്ദിക്കട്ടെ. എന്നോട് ചേർന്നിട്ടുള്ള നിനക്കോ നിൻ്റെ ബന്ധുക്കൾക്കോ ദുഃഖം എന്നത് ഇനിയില്ല. അത് നീ മനസ്സിലാക്കും. നിനക്കും എന്തും നൽകാം, നിൻ്റെ ബന്ധുക്കൾക്കും ഞാൻ നൽകാം. നിങ്ങളുടെ ദുഃഖകാലം അവസാനിച്ചു എന്ന് നീ കൂട്ടിക്കോ. അത്രയും സമ്പത്തും ഐശ്വര്യവും ഞാൻ തരാം. എന്തിനു വേണ്ടിയാണ് രാമനെ നീ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ രാമൻ നിന്നെ മറന്നതിനെ ഉണ്ടാവും. രാമൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. അഥവാ ജീവിച്ചിരിക്കുന്നവർക്ക് മരവുരിയായിരിക്കും ഉടുത്തിട്ടുണ്ടാവുക. പട്ടുവസ്ത്രങ്ങൾ അണിയേണ്ടതായിട്ടുള്ള നീ മരവുരിധാരിയായിട്ടുള്ള രാമനെ എന്ത് കാരണത്താലാണ്, എന്ത് ഔചിത്യത്തിലാണ് ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നിന്ദിക്കുന്ന ആളാണ് രാമൻ. ശ്രീ രാജ്യം സമ്പത്ത് നഷ്ടപ്പെട്ടവനാണ് രാമൻ. വനത്തിൽ കൂടിയും കാട്ടിൽ കൂടി നടക്കുന്നവനാണ് രാമൻ. നിലത്താണ് കിടക്കുന്നത്. കാട്ടിലിപ്പോൾ അത്രയല്ലേ സൗകര്യമുള്ളൂ. കട്ടിലിൽ രാജകീയമായി കിടക്കേണ്ടതായിട്ടുള്ള നീ നിലത്ത് കിടക്കുന്നവനും വനചാരിയും. അതുപോലെ തന്നെ മരുവരിയും ധരിച്ച രാമനെ എന്തിനാണ് സ്നേഹിക്കുന്നത്? രാമൻ ഇനി നിന്നെ കാണാനും കൂടി പോണില്ല. ന രാമത്തപസാ ദേവീന ബലേന വിക്രമൈ ന ധനേന മയാതുല്യ തേജസ്സ യശസാഭിവ. തേജസ് കൊണ്ടും യശസ് കൊണ്ടും ബലം കൊണ്ടും തപസ് കൊണ്ടും. അവന് തപശക്തിൻ്റെ രാവണന്. രാവണൻ കുറച്ച് തപസ്യൊക്കെയാണ്. അങ്ങനെയുള്ള ഒന്നുകൊണ്ടും എന്നോട് തുല്യമല്ല രാമൻ. ന ധനേന മയാതുല്യ തേജസ്സ യശസാ. ധനം കൊണ്ടും തേജസ് കൊണ്ടും കീർത്തിയും കൊണ്ടും എനിക്ക് തുല്യനല്ലല്ലോ രാമൻ. എത്രയോ താഴെയാണ്. അതുകൊണ്ട് പിബ വിഹര രമസ് പുംക്ഷഭോഗാൻ ധനിന ജയം പ്രതിശാമി മേദിനീം ച. എന്നോടുകൂടി ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ രമിക്കുക, ഉല്ലസിക്കുക. ഇതൊക്കെ നീ ചെയ്യണം. ഏത് പ്രദേശത്ത് വേണമെങ്കിലും വിഹരിക്കാം. ധാരാളം മരങ്ങൾ, പുഴകൾ, മറ്റു കാര്യങ്ങൾ, പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ലങ്ക
നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ സുഖമായിട്ട് വിഹരിക്കുക, അതല്ലേ ഇപ്പോൾ നീ ചെയ്യേണ്ടത്. കുസുമിത തരുജാലസന്തധാനി ഭ്രമരയുധാനി സമുദ്രതീരജാനി. ഇതൊക്കെ എവിടെ കിട്ടുക? സമുദ്രതീരത്ത് വണ്ടുകളോടും പക്ഷികളോടും കൂടിയ സുന്ദരമായ ഭൂവിഭാഗങ്ങൾ, ലാൻഡ്സ്കേപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഭൂവിഭാഗങ്ങളിൽ നമുക്ക് രമിക്കാം. വെറുതെ എന്തിനാണ് ജീവിതം, യൗവനം ഇങ്ങനെ പാഴാക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും വൈശ്രവണനുള്ള രത്നങ്ങളെ സകല ലോകങ്ങളും എന്നോടത്ത് സുഖമായിട്ട് നീ അനുഭവിക്കൂ. വൈശ്രവണൻ്റെയിലും കുബേരൻ്റെയിലും ഉള്ള സമ്പത്തൊക്കെ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകൊണ്ടും രാമൻ എനിക്ക് തുല്യനല്ല. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇനിയും നീ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ നീ ഈ മനസ്സുകൊണ്ട് ഒരിക്കലും കിട്ടാത്ത എൻ്റെ മനം കവരുന്നു എന്നർത്ഥം. എങ്ങനെയാണ് ഗരുഡൻ സർപ്പത്തെ കൊണ്ടുപോവുക? അനായാസേന, ഒരു നിലയ്ക്കും സർപ്പം രക്ഷപ്പെടില്ല. അതാണല്ലോ പ്രത്യേകത. ഗരുഡൻ്റെ കാലിലാണ് പെട്ടാൽ പിന്നെ സർപ്പത്തിന് രക്ഷ. അതേപോലെ വേണം ഇപ്പം എൻ്റെ മനസ്സ് എന്ന് പറയുകയാണ്. നിന്നിൽ കുടുങ്ങിയിരിക്കണു. എപ്രകാരം സർപ്പം ഗരുഡൻ്റെ കാലുകളിൽ കുടുങ്ങിയിട്ടുണ്ടോ അതുപോലെ എൻ്റെ മനസ്സ് ഇപ്പോൾ നിന്നിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് നീ എനിക്ക് വശകയാവൂ, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് എൻ്റെ വട്ടമേഷിയാവൂ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് എന്താണ് പറയേണ്ടത്? അതുകൊണ്ട് സർപ്പം ഗരുഡനിൽ കുടുങ്ങിയ പോലെ എൻ്റെ മനസ്സ് നിന്നിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് രാവണൻ ഒരുപാട് സീതയോട് അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യണത് എന്നർത്ഥം. ഇത് കേട്ടു സീത മറുപടി പറയുകയാണ്. തസ്യ തത് വചനം ശ്രുത്വാ സീത രൗദ്രസ്യ രക്ഷസ. രൗദ്രനും ക്രൂരനും ആയിട്ടുള്ള രാവണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഒരു പുൽക്കൊടി സീത എടുത്തിട്ട് വെച്ചു. നീ എനിക്ക് പുല്ലിന് സമാനമാണ് രാവണ. ആരോടാ പറഞ്ഞ? ത്രിലോകശക്തി ഉള്ള ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ള പാതിവൃത്യം എന്ന ആ ശക്തി കൊണ്ടാണ് സീതയൊന്നും ഉപദ്രവിക്കാൻ കഴിയാതിരുന്നതും സീത രക്ഷപ്പെട്ടതും. അല്ലെങ്കിൽ രാവണന് വല്ലതും ഉണ്ടോ സീതയെ നശിപ്പിക്കാൻ പ്രയാസം? ഒരു പൂമാല ചീന്തി കളയണ പോലെ സീതയെ ഇല്ലാണ്ടാക്കും. പക്ഷേ പാതിവൃത്യം എന്ന ശക്തി വളരെ വലുതാണ് സ്ത്രീകൾക്ക്. അതുള്ളൊരു സ്ത്രീയെ ആർക്കും തന്നെ തൊടാൻ പറ്റില്ല എന്നാണ് പണ്ടത്തെ ഒരു വിശ്വാസ പ്രമാണവും പണ്ടത്തെ ഏറെക്കുറെയൊക്കെ ആ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ടൊരു പുൽക്കൊടി എടുത്തിട്ട് ചിന്തയന്തീവരാരോഹ പതിമേവ പതിവ്രതാം. പതിവ്രതയായിരിക്കുന്ന രാമനെ ആയ സീത രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പുൽക്കൊടി എടുത്തിട്ട് പറയുകയാണ്. തൃണം അന്തരത കൃത്വ പ്രത്യുവാച ശുചിസ്മിത നമം പ്രാർത്ഥയിതും യുക്തം സുസിദ്ധിം ഇവ പാപകൃ അകാര്യന്ന മയാകാര്യം ഏകപത്ന്യാ വിഗർഹിതം. രാവണ, പാപകർമ്മിക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഈശ്വരാനുഗ്രഹവും കിട്ടില്ല, സിദ്ധി ഉണ്ടാവില്ല. തപസിദ്ധിയൊക്കെ ആർക്കുണ്ടാവും? ശുദ്ധമായ ഉപാസനയുള്ളവർക്ക് അല്ലേ? അപ്പോൾ ശുദ്ധമായിട്ടുള്ള ഉപാസനയുള്ളവർക്ക് മാത്രം കിട്ടുന്ന തപസിദ്ധി ആർക്ക് കിട്ടില്ല? പാപം ചെയ്തവരോ ദുഷ്ടമനസ്സുള്ളവർക്കോ ഒരു സിദ്ധി ദൈവാനുഗ്രഹം കിട്ടില്ല. അതുപോലെ എന്നെ നിനക്ക് ഒരു കാലത്തും കിട്ടില്ല. നീ എന്നെ പ്രാർത്ഥിച്ചുകൂടാ, നീ എന്നെ പ്രാപിക്കില്ല. പതിപ്രതയായിട്ടുള്ള ഞാൻ രാമനിൽ മാത്രം മനസ്സ് വെച്ചവളാകയാൽ പാപകൃത്യം ചെയ്യില്ല. നീ ഉദ്ദേശിച്ച പോലെ ഞാൻ നിനക്ക് വഴങ്ങുമെന്ന് സ്വപ്നത്തിൽ നീ വിചാരിക്കേണ്ട. അതിലും ഭേദം മരണമാണ്. അതുകൊണ്ട് നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ സർവ്വസമ്പത്തും രക്ഷിക്കണം, രാമബാണം കൊണ്ട് നശിക്കരുത് എന്ന് വിചാരമുണ്ടെങ്കിൽ എന്നെ വെടിയുക. ഇപ്പം മനസ്സിൽ ഞാൻ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നിൻ്റെ മരണത്തിന് കാരണമാവുമെന്ന് നീ മനസ്സിലാക്കിക്കോ. കുലം സംപ്രാപ്തയാ പുണ്യം കുലേ മഗതി ജാതയാ ഏവമുക്ത്വാ തു വൈദേഹി രാവണം തം യശസ്വിനി രാക്ഷസം പൃഷ്ഠതകൃത്വ ഭൂയോ വചനം അബ്രവീൻ നാഗം ഔപൈകീ ഭാര്യ പരിഹാര്യ സതീതവ. ഒരിക്കലും നിൻ്റെ പത്നിയാവാൻ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്നെ ദയവായിട്ട് വെടിയൂ.
സജ്ജനധർമ്മത്തെ അറിയുക. അതാണ് നീ ചെയ്യേണ്ടത്. നിശാചര രാക്ഷസ, നിൻ്റേതെന്ന പോലെ. നീ ആരാണ്? ശരിക്കും വരച്ച രാജാവാ. അപ്പം അന്യപത്നിമാർ, എല്ലാ സ്ത്രീകൾക്കും രക്ഷാകർത്താവേണ്ട ആളാണ് നീ. ഒരു രാജ്യം രക്ഷിക്കണ രാജാവിന് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്, ഇല്ലേ? അപ്പോൾ നിൻ്റെ പത്നിമാർക്ക് മാത്രമല്ല എന്നർത്ഥം. നിൻ്റെ പത്നിമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും. യഥാ തവ തഥാന്യേഷാം ധാരാ ദക്ഷ്യ നിശാചര. അല്ലയോ രാക്ഷസരാജൻ, എല്ലാ സ്ത്രീകൾക്കും രക്ഷ കൊടുക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. ആ സ്ഥാനത്ത് നിൽക്കേണ്ട നീയേ, പതിപ്രതയായിട്ടുള്ള സ്ത്രീയെ ഇപ്പോൾ ദ്രോഹിക്കാനാണോ പുറപ്പെടുന്നത്? ഇത് എത്രമാത്രം അനുചിതമാണ് എന്ന് നീ ഓർക്കുന്നുണ്ടോ? നിനക്ക് എത്ര സുന്ദരികളായിട്ട് ഭാര്യമാരുണ്ട് രാവണ. മണ്ഡോദരി മുതൽക്കൊണ്ട് ഒരുപാടുണ്ടല്ലോ. ആ ഭാര്യമാരിൽ രമിക്കുക. ധർമ്മത്തിൽ പറയുന്ന ഒരു കാര്യം, സ്വപത്നിമാരിൽ താല്പര്യം ഉണ്ടാവണം എന്നാണ്. എന്നാൽ മറ്റു സ്ത്രീകൾ താല്പര്യം ഉണ്ടാവില്ല. അത് ധർമ്മമാണ്. സ്വപത്നിമാരിൽ താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. അവിടെ നിൻ്റെ സ്വന്തം പത്നിമാരിൽ ദാരേഷു അതുഷ്ട സ്വേഷു ദാരേഷു ചപലം ചലിതേന്ദ്രിയം. സ്വപത്നിമാരിൽ താല്പര്യമില്ലാത്തവർക്കാണ് മറ്റ് സ്ത്രീകൾ താല്പര്യം ഉണ്ടാവുക. പരദാര പരാഭവം, മറ്റ് സ്ത്രീകൾ ആസക്തി വെച്ച് സ്വയം നാശം വരുത്തി വയ്ക്കുകയാണ് നീ ചെയ്യണത്. അതുകൊണ്ട് നീ മാതൃകയാവുകയാണ് വേണ്ടത്. രാജാവായിട്ടുള്ള നീ മാതൃകയായി പരഭാര്യമാരോ സ്ത്രീകളിലോ തൽപരനല്ലാതെ നിൻ്റെ പത്നിമാരിൽ നീ രമിച്ച് എന്നെ നീ വിട്ടേക്കൂ. അതായിരിക്കും നിനക്ക് നന്നാവുക. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഈ ലങ്ക മുഴുവനും നശിക്കും. രാമബാണം കൊണ്ടും ലക്ഷ്മണബാണം കൊണ്ടും രാമപക്ഷത്തുള്ളവരുടെ ബാണം കൊണ്ടും ഈ ലങ്ക മുഴുവനെ മൂടും. സ്വയം കർമ്മത്താൽ നീ കൊല്ലപ്പെടും. ദയനീയമായിട്ട് നീ കൊല്ലപ്പെടുമെന്ന് നീ മനസ്സിലാക്കിക്കോ. അങ്ങനത്തെ നിൻ്റെ ക്രൂരകർമ്മം കൊണ്ട് നീ കൊല്ലപ്പെട്ടാൽ ഈ ലോകത്തിൽ ആരും കരയാൻ പോലും ഉണ്ടാവില്ല രാവണ. അതിലും ഇതനി എന്താണ് പറയേണ്ടത് ആലോചിക്കോ? ദുഃഖാചരണം ഇങ്ങനെയൊക്കെയുണ്ടോ? രാജാവ് മരിച്ചുണ്ടാവും, ഒന്നും ഉണ്ടാവാൻ പോകണില്ല നീ മരിച്ച. അതുകൊണ്ട് സന്തോഷിക്കും. ഒരു പാപകർമാവ് ഈ ലോകത്ത് നിന്ന് പോയി എന്ന് ലോകം സന്തോഷിക്കും. രാമബാണത്താലും രാമപക്ഷത്തുള്ളവരുടെ ബാണത്താലും നീ നശിച്ചു പോവുകയും ചെയ്യും. വിദ്വാൻമാർ ഉപദേശിക്കുന്ന ഹിതം, നല്ല കാര്യങ്ങൾ ആര് സ്വീകരിക്കില്ല? വിനാശകാലേ വിപരീത ബുദ്ധി, നാശമെടുത്തവർക്ക് ശരിയാണെന്ന് തോന്നില്ല. അങ്ങനെ അവർ സ്വപത്നിമാരെ വിടുന്നു, അന്യപത്നിമാരെ സ്വീകരിക്കുന്നു, സ്വയം നാശം വരുത്തി വയ്ക്കുന്നു. അതുകൊണ്ട് ഈ രത്നങ്ങൾ നിറഞ്ഞ ഐശ്വര്യസമൃദ്ധമായിട്ടുള്ള ഈ ലങ്ക മുഴുവനും രാമബാണം കൊണ്ട് നശിക്കണം എന്നാണ് നിൻ്റെ വിചാരമെങ്കിൽ ഒരു നിവൃത്തിയും നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അല്ല, അതൊക്കെ രക്ഷിക്കണം. ഇപ്പോൾ നീ ഇത്രയും കാലത്തെ പരിശ്രമം കൊണ്ട് ആർജിച്ചത് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നെയും പരതാരങ്ങളെയും വെടിഞ്ഞ് സ്വപത്നിമാരിൽ അല്ലയോ രാവണ നീ രമിക്കൂ. അതെവിടെയും വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പകരം നാശമായ മാർഗത്തെ എന്തിനാണ് നീ സ്വീകരിക്കുന്നത്? ഒരിക്കലും ഞാൻ നിന്നിൽ പ്രലോഭിതയാവില്ല. ദിട്ടേ തദ്വസനം പ്രാപ്തോ രൗദ്രയിത്തേവകർഷിത ശക്യാലോഭയതന്നാഹം ഐശ്വര്യേണ ധനേനവ. എൻ്റെ ഈ ധനം കൊണ്ടും ഐശ്വര്യം കൊണ്ടൊന്നും ഞാൻ പ്രലോഭിതയാവില്ല. ശക്യാലോഭയതന്നാഹം, ലോഭിക്കാൻ, എന്നെ പ്രലോഭിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ഏത് പ്രകാരത്തിൽ സൂര്യനിൽ നിന്ന് പ്രകാശം അകറ്റാൻ പറ്റില്ല. സൂര്യനും പ്രകാശം ഒന്നാണ്, ചന്ദ്രനും നിലാവും ഒന്നാണ്. അതുപോലെ രാമനിൽ നിന്ന് എന്നെ അകറ്റാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. എന്നിട്ട് വേണ്ട നിസ്സാരനായിട്ടുള്ള രാവണ നീയെ. അതുപോലെ വിപ്രന് വിദ്യ എന്ന പോലെ ചില ഉപമകളൊക്കെ പറഞ്ഞിരിക്കണം. മറ്റൊരുത്തൻ്റെ കയ്യിൽ ഒരിക്കലും ഞാൻ ആയിത്തീരില്ല. എപ്രകാരത്തിൽ വിപ്രന് വിദ്യ ആണ്, അതേപോലെ രാമന് യോജിച്ച പത്നിയാണ്. അർഹതയില്ലാത്തവർക്ക് വിദ്യ പ്രകാശിക്കാത്ത പോലെ നിനക്ക് ഞാൻ ഒരിക്കലും വഴങ്ങുകയും ഇല്ല. എന്നാൽ വിപ്രന് വിദ്യ എപ്പോഴും വഴങ്ങും. കാരണം ബ്രാഹ്മണ്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകമാണ് വിദ്യ, അറിവ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുക, അറിവ്.
അങ്ങനെ രാമന് ഞാൻ വശകയാവും, രാമൻ്റേതാണ് ഞാൻ, രാവണന് വിദ്യ എന്ന പോലെ ഞാൻ രാമൻ്റേതായി തീരും. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. തേന മൈത്രീ ഭവതു തേ ഇത് ജീവിതമിച്ഛസി. നിനക്ക് ജീവനും വേണം ലങ്കയും വേണമെങ്കിൽ ആ രാമനുമായിട്ട് മൈത്രി ഭാവത്തെ ചെയ്തുകൊള്ളുക, എന്നെ തിരിച്ചു നൽകുക. ഇതുവരെ കഴിഞ്ഞതൊക്കെ രാമൻ മറക്കും. നിനക്ക് നല്ലത് അതാണ്. എന്നാൽ നീ നേടിയ ലങ്ക, നിൻ്റെ ഐശ്വര്യമൊക്കെ നിനക്ക് രക്ഷിക്കാം. എന്നെ തിരിച്ചു നൽകുക. മാം ചാസ്മൈ പ്രേതോ ഭൂത്വ നിര്യാതയിതമർഹസി ഏവം കിതേ ഭവേ സ്വസ്തി സമ്പ്രദായ രഘുത്തമേ. രഘുത്തമനുമായിട്ട് മൈത്രിയെ പ്രാപിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ സമ്പത്തും വീര്യവും രക്ഷിക്കാം. ഇപ്പം നീ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വേണമെങ്കിലും കൂടി നിനക്ക് രക്ഷപ്പെടാനുള്ള സമയമുണ്ട്. തെറ്റ് മനസ്സിലാക്കി നീ എന്നെ രാമന് സമർപ്പിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാമബാണം മാറിലേറ്റ് നീ മരിക്കും, ലങ്ക മുഴുവനെ നശിക്കും. നീ ചിലപ്പോൾ ഇന്ദ്രനെ ജയിച്ചു എന്ന് വരാം, അന്തകനെ ജയിച്ചു എന്ന് വരാം, കാലനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് രാവണൻ. അതൊക്കെ ശരി. പക്ഷേ രാമനോട് നിനക്ക് ജയമില്ല. രാമൻ നിന്നോട് തോൽക്കുമെന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. അത് രാമനെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഒരു മനുഷ്യനായിട്ട് മാത്രം നീ കണ്ടതുകൊണ്ടാണ്. യമനെ ജയിച്ചു, ഇന്ദ്രനെ ജയിച്ചു, പിന്നെ ഇല്ലേ രാമൻ. അത് രാവണ, നീ വെറുതെയാണ്. നിനക്ക് രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. രാമൻ നിന്നോട് തോൽക്കില്ല. രാമൻ്റെ ആ ഞാണൊലി കേട്ടാൽ ലോകം വിറയ്ക്കും. മനസ്സിലായിട്ടുണ്ടോ നിനക്ക്? അതിൽ നിന്ന് പുറപ്പെടുന്ന സർപ്പത്തിനെ പോലെയുള്ള ആ അസ്ത്രങ്ങൾ ലങ്കയെ മുഴുവനും നശിപ്പിക്കാൻ പര്യാപ്തമാണ്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് പ്രകാരത്തിൽ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് സർവ്വലോകങ്ങളും മഹാബലിയിൽ നിന്ന് എടുത്തുവോ, ഏത് പ്രകാരത്തിൽ ഗരുഡൻ പാമ്പിനെ എടുക്കുമോ അതുപോലെ എന്നെ രാമനെടുക്കുക. ഉപമ പറഞ്ഞിരിക്കുകയാണ്. പാമ്പിനെ എടുക്കാൻ ഗരുഡന് വിഷമമില്ലാത്തതുപോലെയും 3 ലോകം എടുക്കാൻ അളന്നെടുക്കാൻ വാമനന് വിഷമമുണ്ടായോ അതേപോലെയും എന്നിൽ നിന്ന് രാമൻ നിന്നെ എടുക്കും, നിന്നിൽ നിന്ന് രാമൻ എന്നെ എടുക്കും. അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് കാട്ടിലായപ്പോഴല്ലേ എന്നെ ജനസ്ഥാനേ ഹതസ്ഥാനേ പിഹതേ രാക്ഷസാംബലേ രാക്ഷസികൾ രാക്ഷസ വേഷത്തിൽ സന്യാസി വേഷത്തിൽ വന്നിട്ട് നീയെ ജനസ്ഥാനത്ത് എന്നെ അപഹരിച്ചു. ശരിക്കൊരു ഭീരു മോഷ്ടിക്കണ പോലെയല്ലേ നീ ചെയ്തത്. അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ നിൻ്റെ കഥ കഴിഞ്ഞിരുന്നു. ഇല്ലാത്ത നിൻ്റെ ഭാഗ്യം എന്ന് വിചാരിക്കുക. നിനക്ക് കുറച്ചും കൂടി ആയസ്സുണ്ട്, അതുകൊണ്ടാണ്. അവരെ എതിർക്കാൻ നിനക്ക് കഴിയുമോ? ഇന്ദ്രനെ എതിർക്കാൻ വൃത്രന് കഴിയാത്തതുപോലെ ആർക്കും രാമനെ എതിർക്കാൻ കഴിയില്ല. ഗിരിങ്കുബേരസ്യ ഗതോപദായവ. കുബേരൻ്റെ മലയ്ക്ക് ഉള്ളിൽ ഒളിച്ചാലും സഭാംഗതോവ വരുണസ്യ രാജ്ഞ. വരുണൻ്റെ വരുണാലയത്തിൽ പോയിട്ട് ഒളിച്ചാലും എവിടെ നീ പോയിട്ട് ഒളിച്ചാലും ആ രാമൻ നിന്നെ തോൽപ്പിക്കും. അസംശയം ദാശരഥേർ ന മോക്ഷ്യസേ. ദാശരഥിയായിട്ട് രാമനിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ രാവണ സാധിക്കില്ല. കുബേരൻ്റെ ഗുഹയിലോ പാതാളത്തിലോ വരുണൻ്റെ ലോകത്തല്ല, ഈ 14 ലോകത്തിൽ ഏത് കോണിൽ ഒളിച്ചാലും എന്നെ ഒളിപ്പിച്ചാലും നീ ഒളിച്ചാലും രാമനിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ഇത് ഞാനാണ് പറയുന്നത്, നീ മനസ്സിലാക്കിക്കോ. അവസാനത്തെ ഒരു വാണിങ്ങാണ്. മഹാബ്രഹ്മകാലകഥോ അശനേരിവ. ഏതുപോലെ ഉയരത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഉയരം കൂടുന്തോറും ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയണം. നിർത്തിയില്ല. ആ മരത്തിന് ഇടിമിന്നൽ രക്ഷപ്പെടാൻ പറ്റും. മര്യാദയ്ക്കുള്ള മിന്നൽ അതിൻ്റെ അടുത്ത് വന്നാൽ കേട്ടോ, എല്ലാ മിന്നലും എല്ലാ മരത്തിനെയും ബാധിക്കില്ല. പക്ഷേ അടുത്ത് അവിടെ മിന്നൽ വന്നാൽ ഒരു മരവും രക്ഷപ്പെടില്ല. അതുപോലെ ഉറപ്പാണ് നിൻ്റെ രാമനോടുള്ള
പരാജയം എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗം അവസാനിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് രാവണൻ്റെ ഉത്തരം രാക്ഷസിയുടെ സീതയെയുള്ള ഭീഷണി മുതലായിട്ടുള്ള ഭാഗം. പൂർവന്നാമതപോവനാധിഗമനം മത്വാമൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം നേതൃത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.